കഴിഞ്ഞ 1-2 ദിവസമായിട്ട് വളരെ വലിയ തോതിലുള്ള ഈ ഇടിമിന്നൽ ആഘാതമൊന്നും പലയിടങ്ങളിലും രേഖപ്പെടുത്തിയിട്ടില്ല. ആളുകൾ സൂക്ഷിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യണം. അതായത് നമ്മൾ പറഞ്ഞ പോലെ ഈ ഉണക്കിലെ ഇടിമിന്നല് വളരെയധികം സൂക്ഷിക്കേണ്ട ഒന്നാണ്. അതുപോലെ ആ സമയങ്ങളിൽ, അതായത് മേഘങ്ങൾ ഉരുണ്ടുകൂടുന്ന സമയത്ത് നമ്മൾ നോക്കിയാൽ അറിയാമല്ലോ, മുകളിലേക്ക് നോക്കിയാൽ അറിയാം, അല്ലെങ്കിൽ അന്തരീക്ഷ സ്ഥിതി നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പൊ അത്തരമുള്ള അവസ്ഥകളിൽ വെളിമ്പ്രദേശത്ത് പോവുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഓപ്പൺ ടെറസിൽ പോവുകയോ ഒക്കെ ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഇടിമിന്നൽ ഏത് സമയത്ത് എവിടെ എത്ര തീവ്രമായി ഉണ്ടാകും നമുക്ക് പ്രവചിക്കാനായിട്ടുള്ള സംവിധാനങ്ങളും ഇല്ല. അതൊരു പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പോൾ ആ ഒരു പ്രത്യേകിച്ച് ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ, ഒരു 2 മണി 3 മണി കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഇതിനുള്ള സാധ്യത കൂടുതൽ. കാരണം കടലിൽ നിന്നും കാറ്റ് ഇങ്ങോട്ട് ചെറുതായിട്ടെങ്കിലും അടിച്ചു തുടങ്ങുമ്പോൾ മേഘങ്ങൾ ഉരുണ്ടുകൂടാനായിട്ടുള്ള സാധ്യത ഈ വേളകളിൽ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു തണ്ടർസ്ട്രോമിന് ഇടകൊടുക്കുകയും അത് ഇത്തരത്തിലുള്ള ഇടിമിന്നലിന് കാരണമാവുകയും ചെയ്യും. കാരണം പകൽ മുഴുവൻ, അതായത് പ്രഭാതം തുടങ്ങി നമ്മുടെ കരഭാഗം ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അവിടെ നിന്നുള്ള ചൂടുള്ള വായുവും അതുപോലെ തന്നെ കടലിൽ നിന്ന് എത്തുന്ന തണുത്ത വായുവും മുകളിലെ തണുത്ത വായുവും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് ഈ രീതിയിലുള്ള പെട്ടെന്നുള്ള ഡിസ്ചാർജ് ഉണ്ടാകുന്നത്. കാരണം ചാർജുള്ള കണങ്ങളാണല്ലോ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നത്. അത് മാത്രവുമല്ല, ഈ വേളയിലൊക്കെ അതിശക്തമാകുന്നതിന് കാരണം എന്ന് പറയുന്നത് ധാരാളം ധൂളികണങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ ഈ മാലിന്യം ധാരാളമുണ്ട്, ധൂളികണങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഇത്തരത്തിൽ എയറോസോൾസ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഘടകങ്ങളൊക്കെയും ഇടിമിന്നലിന്റെ തീവ്രത, അന്തരീക്ഷത്തിലെ ചാർജ് വർദ്ധിപ്പിക്കുകയും പെട്ടെന്ന് ഡിസ്ചാർജ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിലെ മാറ്റമാണ്. പലയിടങ്ങളിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നതിന് കാരണം എന്ന് പറയുന്നത് ഈ പശ്ചിമഘട്ട ഭാഗം ഉള്ളത് കൊണ്ട് ഈ മേഘഭാഗങ്ങൾ അപ്പുറത്തേക്ക് പോകുന്നതിന് ഒരു തടസ്സം സൃഷ്ടിക്കുകയും ഇവിടെ മേഘങ്ങൾ ഉരുണ്ടുകൂടാൻ കാരണമായി. അതുകൊണ്ടാണ് നമുക്ക് ഈ രീതിയിലുള്ള മൺസൂൺ ഇവിടെ ലഭിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഈ അവസരത്തിൽ അതിനുവേണ്ടി ഒരു മുൻകരുതൽ എടുക്കണം. കഴിവതും ഉച്ച കഴിഞ്ഞിട്ടുള്ള മേഖലകൾ, പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിലുള്ളവർ ഒളിമ്പ്രദേശത്ത് പുറത്തു പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ നമുക്കിപ്പോ വസ്ത്രങ്ങളൊക്കെ ഉണക്കാനിട്ടിരുന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ 12-1 മണിക്ക് മുമ്പേ അതൊക്കെ ഇങ്ങ് വീട്ടിലേക്ക് തിരിച്ചെടുത്തുകൊണ്ട് വരിക എന്നുള്ളതാണ്. അതുപോലെ അങ്ങ് അകലെ കെട്ടിയിട്ടുള്ള ഈ നമ്മുടെ വളർത്തു മൃഗങ്ങളെയൊക്കെ അവരെയൊക്കെയാണല്ലോ ഈ വെളിമ്പ്രദേശത്തൊക്കെ കെട്ടുകയും അതിനെ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുവരാൻ പോവുകയൊക്കെ ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ വൈകുന്നേരങ്ങളിൽ. ആ സമയത്തൊക്കെ സൂക്ഷിക്കണം. അപ്പൊ അത്തരത്തിലുള്ള മുൻകരുതൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സാഹസികമായ പ്രവൃത്തികളൊന്നും ഈ സമയത്ത് വേണ്ട. കാരണം അഡ്വഞ്ചറിന് വേണ്ടി നമ്മൾ മലഞ്ചെരുവിൽ പോവുക, അവിടെ കുറെ നേരം ഇരിക്കുക, ഇത്തരത്തിലുള്ള ചലനങ്ങളും, പിന്നെ നമ്മൾ ഈ എല്ലാവരും ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കയ്യിൽ കൊണ്ടുപോകുന്നുണ്ടല്ലോ. അതായത് മൊബൈൽ ഫോണോ ടാബോ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നമ്മൾ കയ്യിൽ കൊണ്ടുപോകുന്നുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത സ്ഥലത്ത് കേന്ദ്രീകരിക്കാനായിട്ടുള്ള ഈ ഒരു ഇത് നൽകുന്നതാണ്. അപ്പൊ അത് നമ്മൾ സൂക്ഷിക്കണം. അതുപോലെ ഈ മിന്നലുണ്ടാകുന്ന സമയത്ത് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഉള്ളവ ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീട്ടിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ഓഫാക്കിയിടുക മാത്രമല്ല പ്ലഗിൽ നിന്നും ഊരി വയ്ക്കുക എന്നുള്ളതാണ്. വൈഫൈ ഓഫാക്കിയിടുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇന്നത്തെ മഴയുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 9-15 തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഴ പെയ്യും. മലപ്പുറം, ഈസ്റ്റ് കാസർഗോഡ്, കണ്ണൂർ 10 മണിക്ക്, എറണാകുളം ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങൾ, ഇടുക്കി ജില്ലയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ 11 മണിക്ക്, എറണാകുളം ജില്ലയുടെ കിഴക്ക് ഭാഗം 12 മണിക്ക്, എറണാകുളം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങൾ 4 മണിക്ക്, എറണാകുളം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തിരുവനന്തപുരം 5 മണിയോടുകൂടി, കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് 8 മണിക്ക് വൈകുന്നേരം, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡിന്റെ കിഴക്കൻ ഭാഗങ്ങൾ 9 മണിക്ക്. ഇത് അല്പം ശക്തമായ മഴയെക്കുറിച്ചാണ് ഞാനീ പറഞ്ഞത്, ഈ ടൈമിംഗ് പറഞ്ഞത്. മറ്റുള്ള സമയങ്ങളിൽ കേരളത്തിലെ എല്ലാ ഭാഗത്തും ഇടയ്ക്കിടെ നേരിയ മഴ നമുക്ക് ലഭിക്കും. ഇതൊന്നും ഒരു ശക്തമായ മഴയോ അല്ലെന്നുണ്ടെങ്കിൽ വളരെ വലിയ ജനസാന്നിധ്യം ഭൂമിയിലേക്ക് എത്തുന്ന രീതിയിലുള്ള പ്രതിഭാസമൊന്നുമല്ല. അതൊക്കെ ഇനിയിപ്പോ അടുത്ത ദിവസങ്ങളിലേ ഉള്ളൂ. ഇനിയിപ്പോ ഒരു 5-6 ദിവസം കൂടിയല്ലേ ഉള്ളൂ ഈ രീതിയിലുള്ള അവസ്ഥ മാറി വരാൻ. ഇപ്പൊ ശ്രീലങ്കയുടെ വടക്കൻ ഭാഗത്തേക്ക് മൺസൂണിന്റെ സ്വാധീനം എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് ഇനി ഒരു 4-5 ദിവസം കൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ തെക്കൻ ടിപ്പിലെത്തും. അത്
അത് പിന്നെ ഗ്രാജുവലി ഇങ്ങോട്ടേക്ക് വളരെ പെട്ടെന്നായിരിക്കും പിന്നീട് ഇങ്ങോട്ടേക്കുള്ള കാറ്റിന്റെ ഒഴുക്ക്. മൺസൂൺ എന്ന് പറയുന്ന കാറ്റാണ് ശരിക്കും. ആ കാറ്റിന്റെ ഒഴുക്കിന്റെ ശക്തി കൂടുകയും അത് കേരളത്തിൽ മൺസൂൺ മഴയ്ക്ക് കാരണമാകുകയും ചെയ്യും. അപ്പോൾ 26 എന്നുള്ളത് ചിലപ്പോൾ 25, 27, 28 അങ്ങനെയൊക്കെ ആയി മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു നിരീക്ഷണത്തിൽ നിന്നും ബോധ്യമാകുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള മുൻകരുതൽ എടുക്കാൻ നമുക്കൊരു 4 ദിവസത്തെ സമയമുണ്ട്. കേരളത്തില് ഇത് കേൾക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധികൃതരൊക്കെ അവർക്ക് മുൻകരുതൽ എടുക്കാൻ 4-5 ദിവസത്തെ സമയമുണ്ട്. അപ്പോൾ ആദ്യ ദിവസങ്ങളിൽ ഒരല്പം കൂടുതലായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ അല്പം കുറവുണ്ടാകും. മൺസൂൺ മഴയിൽ അല്പം കുറവുണ്ടായിട്ട് പിന്നെ ഉള്ളത് ആ അവസ്ഥ അനുസരിച്ച് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഏകദേശം നമുക്കിപ്പോ ആഗോള കാലാവസ്ഥാ ഏജൻസികൾ പ്രവചിക്കുന്ന പോലെ 26-ന് തന്നെ മൺസൂൺ എത്തും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു നേരിയ അല്ലെന്നുണ്ടെങ്കിൽ അല്പം തീവ്രതയുള്ള അല്പം ശക്തമായ മഴ ആയിരിക്കില്ല ആ സമയത്ത്. ഇത് ആദ്യം തീരദേശ ഭാഗങ്ങളിൽ മൺസൂൺ മഴ കേന്ദ്രീകരിക്കാനാണ് സാധ്യത. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ കൂടി നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് മുൻകരുതൽ എടുക്കണമെന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അതായത് ഇന്നിപ്പോൾ 7 ജില്ലകളിലാണ് യെല്ലോ അലേർട്ടായി നൽകുന്നത്. അതല്ലാതെ മറ്റ് ജില്ലകൾ കൂടി മഴ പ്രതീക്ഷിക്കാം എന്നല്ലേ? നേരിയ മഴ പ്രതീക്ഷിക്കാം. കേരളത്തിലെമ്പാടും നേരിയ മഴ ഉണ്ടാവും. കാരണം ആ രീതിയിലുള്ള അവസ്ഥ സംജാതമായിട്ടുണ്ടല്ലോ. നേരിയ മഴ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന നേരിയ മഴ, അങ്ങനെയൊക്കെയുള്ള ചാറ്റൽ മഴ നമ്മളെ ഡ്രസ്സിൽ ആ രീതിയിലുള്ള മഴയാണ് നമുക്കിപ്പോ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോ ഒട്ടും മഴയില്ലാതെ ഉണക്ക സമയത്ത് നിന്നും നേരിയ മഴയിലേക്ക് കിടക്കുമ്പോഴാണ് നമുക്ക് അല്പ ശക്തമായോ എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടാകുന്നത്. അത്ര ശക്തമേ അല്ല ശരിക്കും ഇപ്പൊ കിട്ടുന്ന മഴ. ചില ഏരിയാസിൽ മാത്രം അല്പം ശക്തമായ മഴ കിട്ടുന്നുണ്ട്. പിന്നെ ഈ വെള്ളക്കെട്ടൊക്കെ ഉണ്ടാകുന്നെന്ന് പറയുന്നത് അല്പം വെള്ളം പോലും ഒഴുകിപ്പോകാനായിട്ടുള്ള സാഹചര്യമില്ല എന്നുള്ളതാണ്. ട്രിവാൻഡ്രത്തും മറ്റു സ്ഥലങ്ങളിലൊക്കെ കുറച്ച് വെള്ളം നഗരപ്രദേശത്ത് വീണ് കഴിഞ്ഞാൽ അവിടെ 1 അടി പൊക്കത്തിൽ വെള്ളം നിറയുന്ന ഒരു രീതിയാണ് ഇപ്പൊ കണ്ടുവരുന്നത്. അതാ ഞാൻ പറഞ്ഞു, നമുക്ക് മുൻകരുതൽ എടുക്കാനുള്ള സമയമായി. കനാലുകളും മറ്റേ ഓടകളും ഒക്കെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ക്ലീൻ ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ തമ്പാനൂർ പോലുള്ള സ്ഥലങ്ങളിൽ 1 മീറ്റർ അളവിൽ വെള്ളം കയറും. അപ്പം പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ 1/2 കപ്പ് വെള്ളത്തിൽ തമ്പാനൂരിൽ കൂടെ നടന്നു വന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കുറച്ചു കാലം മുമ്പ്. അപ്പോൾ അത് തുടർച്ചയായിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതവിടുത്തെ ഒരു സംവിധാനത്തിന്റെ ഒരു അപര്യാപ്തതയാണ്. അവിടെയൊക്കെ സംവിധാനങ്ങളുണ്ട്, വെള്ളമൊഴുകി പോകാനുള്ള കനാലുകളൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം റെയിൽവേയുടെ ഭാഗത്തൊക്കെ അന്ന് കണ്ടില്ലേ, ഒരു ആളവിടെ വീണ് മരിക്കുകയൊക്കെ ചെയ്ത കാര്യം കണ്ടില്ലേ. അതൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം തന്നെ എനിക്ക് സംശയമാണ്. അതുപോലെ തന്നെ കോഴിക്കോടും മറ്റിടങ്ങളിലുമൊക്കെ, ഇവിടെ എറണാകുളത്തുമൊക്കെ ഇതൊക്കെ ഒഴുകിപ്പോകാനുള്ള കനാലുകളുണ്ട്. നൂറ്റിക്കണക്കിന് വർഷം മുമ്പേ നഗരം പ്ലാൻ ചെയ്ത ആളുകൾ, ഈ പ്രദേശം പ്ലാൻ ചെയ്ത ആളുകൾ അതൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ അടക്കുകയും അവിടെ എല്ലാം കോൺക്രീറ്റ് നിറയ്ക്കുകയും അതിന്റെ വഴി തിരിച്ചു വിടുകയും അത് ചെറുതാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞു. അത് എന്നിട്ട് നമുക്ക് വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തർത്ഥമാണ് ഇതിനകത്തുള്ളത് ശരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഈ ജലം ഒഴുകിപ്പോകാനുള്ള വഴികളൊക്കെ ക്ലിയർ ആക്കണം ഈ സമയത്ത്, അതിന് മുമ്പ്. കാരണം നേരത്തെ ചെയ്യേണ്ടതാണ്. തിരുവനന്തപുരത്തിന് തമ്പാനൂരുള്ള കനാലിന്റെ പേര് ഞാൻ മറന്നുപോയി. അവിടെയാണ് ശരിക്കും റെയിൽവേയിലെ മാലിന്യങ്ങളും ഒക്കെ കൊണ്ട് തള്ളിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ അവസ്ഥ ഇപ്പോഴെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെങ്കിലും ഒരു ദുരവസ്ഥ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇതിനൊക്കെ എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പൊ ആ അവസ്ഥ മാറണം. ഈ പ്രത്യേകിച്ച് എറണാകുളം പോലുള്ള സ്ഥലത്ത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ കനാലുകളും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. അതിലെ ജലമൊഴുകി പോകാനുള്ള സംവിധാനം എടുക്കണം. ഏത് സമയത്ത് ഇവിടെ പെട്ടെന്നുള്ള ഒരു മഴ 1 മണിക്കൂർ കൊണ്ട് 10 സെന്റിമീറ്റർ ഒക്കെ പെയ്യുന്ന മഴ ഏത് സമയത്ത് എവിടെ പെയ്യുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അത്തരത്തിലുള്ള അവസ്ഥകൾ നേരത്തെ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് ഇനി ഉണ്ടാകില്ല എന്നുള്ളൊരു സൂചന അല്ലല്ലോ, ഇനിയും ഉണ്ടാകാം. പ്രത്യേകിച്ച് ഈ വർഷം കുറഞ്ഞ കാലയളവിൽ വളരെ കൂടിയ അളവിലുള്ള മഴ പെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നത് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതാണ് താങ്കൾ പറഞ്ഞതുപോലെ കൊച്ചി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ മഴ പെയ്തു കഴിയുമ്പോൾ നമ്മൾ കാണുന്നതാണ് വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്. അത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. അതിലൊരു മാറ്റവും നിലവിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഭരണം മാറി മാറി വന്നാലും അതിലൊന്നും ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. ഇത്തവണയെങ്കിലും അങ്ങനെയൊക്കെ ഒരു മാറ്റം സംഭവിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം, അല്ലേ? അതെ 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 നമുക്ക് അവർക്ക് ബോധവൽക്കരണം നടത്തുക എന്നുള്ള ബോധവൽക്കരണം പൊതുജനങ്ങൾക്കല്ല നടത്തേണ്ടത്. ഈ കാര്യങ്ങൾ ചെയ്യുന്ന ഇതിനുവേണ്ടി ചുക്കാൻ പിടിക്കേണ്ട ആളുകൾക്കാണ് ബോധവൽക്കരണം നടത്തേണ്ടത്. കാരണം അവരെയും ബാധിക്കുന്നത്, അവരും ഇവിടെ തന്നെ ജീവിക്കുന്നവരാണ്. ഇപ്പൊ പലരും ഇപ്പൊ സ്ലാബ് പൊട്ടി ഓടയിൽ വീണ് മരിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ
കണ്ടുവരുന്നുണ്ട്. അപ്പൊ നമുക്കറിയത്തില്ല, എല്ലാരും ഒരു പല അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ആളുകൾ റോഡുകളിൽ നടക്കുന്നതല്ലേ. ചിലർക്ക് വളരെ സ്ട്രെസ്ഡ് ആയിട്ടായിരിക്കും ഓരോ ആളുകൾ പോകുന്നത്. അപ്പൊ അവർക്ക് സൂക്ഷിച്ച് സ്ലാബുള്ള സ്ഥലം എവിടെ, സ്ലാബ് ഇല്ലാത്ത സ്ഥലം എവിടെ, എന്നാൽ ഒരടി പൊക്കമുള്ള അല്ലെങ്കിൽ 2 അടി പൊക്കമുള്ള വെള്ളത്തിലൂടെ നടന്നു പോകുമ്പോൾ സ്വാഭാവികമാണ് ഒരാൾ മുങ്ങി മരിക്കാൻ അത് മതി ശരിക്കും. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഒരു ജീവൻ പോലും ഇതുകൊണ്ട് നഷ്ടപ്പെടാനായിട്ട് പാടില്ല. നമ്മൾ ശാസ്ത്രമൊക്കെ ഇത്രയും മുന്നേറിയിട്ട് അപ്പൊ അത് ആപ്ലിക്കേഷൻ ലെവലിൽ കൊണ്ടുവരണം. അപ്പൊ ആ ഒരു ഉദാസീനത കേരളത്തിൽ പാടില്ല ഇത്തരത്തിലുള്ള. കാരണം ഇവിടെ ഇത്രയും ജലം വരുന്നതാണ് മൺസൂൺ സമയത്ത്. ആ ജലം ഒഴുകി പോകണം. അല്ലെന്നുണ്ടെങ്കിൽ ജലം സംഭരിച്ചു വെക്കാനുള്ള കാര്യങ്ങൾ വേണം. പക്ഷെ അവിടെയെല്ലാം നമ്മൾ കോൺക്രീറ്റും ടാറും വെച്ചുകൊണ്ട് വെള്ളം താഴേക്ക് അബ്സോർബായി പോകുന്നില്ല. അതിന് പകരമായിട്ട് ഇങ്ങനെ റോഡുകളിൽ കെട്ടി നിൽക്കുകയാണ്, വീടുകളിലും റോഡുകളിലും കെട്ടി നിൽക്കുകയാണ്. അത് ഒഴുകിപ്പോകാനായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. നമുക്ക് നഷ്ടപ്പെടുകയാണ്, ആ വെള്ളം മൊത്തം അറബിക്കടലിലേക്ക് പോയി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം നേരത്തെ ഇതൊക്കെ ഭൂമിയിലേക്ക് ആഴ്ന്നിറക്കിക്കൊണ്ടിരുന്നതാണ്. നമ്മുടെ ഈ ഗ്രൗണ്ട് വാട്ടർ ലെവലും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ ഒരു ഭാവി കാലത്ത് അതൊക്കെ കേരളത്തിലെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്ന കാര്യമാണ്. ഈ കോൺക്രീറ്റും ടാറും ഒക്കെ വളരെ ദോഷകരമായിട്ട് ബാധിക്കും. മഴ പെയ്തിറങ്ങുന്ന ജലം ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങണം, എന്നാൽ മാത്രമേ മഴയില്ലാത്ത അവസ്ഥയിൽ നമുക്കത് ഉപയോഗപ്പെടുത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ബോധ്യം വരണം. ഓരോ ഇൻസിഡൻസ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് അതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പിന്നെ വളരെ സൗകര്യപ്രദമായിട്ടത് മറക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം മൺസൂൺ വരുമ്പോൾ മൺസൂൺ മഴ, അത് കഴിയുമ്പോൾ ഉണക്കാണ്, പിന്നെ മഴയെക്കുറിച്ച് ആരും ശ്രദ്ധിക്കാറ് പോലും ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. അതെന്ത് കൊണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അതൊരു ഉദാസീനത കൊണ്ടാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലുള്ള ഒരു കംപ്ലൈസൻസി നമുക്ക് പാടില്ല. അപ്പം ആ ഒരു ബോധ്യം ഗവൺമെന്റ് തലത്തിൽ ഉണ്ടാകണം. നമ്മുടെ ഗവേണൻസിന്റെ ഭാഗമായിട്ട് ഇതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നവരൊക്കെ അത് ഈ സമയത്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ഫോളോ അപ്പ് ചെയ്യുകയും വേണം. ഫോളോ അപ്പ് ആണ് ഇതിനകത്ത് പ്രധാനം. ഒരു ഉത്തരവ് എടുത്തിട്ട് മിണ്ടാതെ ഇരുന്നാൽ പോരാ. അത് ഫോളോ അപ്പ് ചെയ്ത് നടപ്പിലാക്കിയോ എന്നുള്ളത്, അതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കിയോ എന്നുള്ളത്, അതിന്റെ നടപ്പിലാക്കിയില്ലെങ്കിൽ നടപടിക്ക് എടുക്കുക എന്നുള്ളതാണ് ഈ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് അവരൊക്കെ ചെയ്യേണ്ടത്. അതവർ ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.